2026 കേന്ദ്ര ബജറ്റ് ഗൾഫ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിന് വലിയ പ്രതീക്ഷകളും ഒപ്പം ചില സുപ്രധാന മാറ്റങ്ങളുമാണ് നൽകുന്നത്. വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്നവർക്കും നിക്ഷേപം നടത്തുന്നവർക്കും നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്ന നിരവധി പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിമാനത്താവളങ്ങളിലെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനും നികുതി ഘടനയിൽ ഇളവുകൾ നൽകുന്നതിനും സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ട്. പ്രവാസികളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും നാട്ടിലെ നിക്ഷേപങ്ങൾക്കും കൂടുതൽ സ്വകാര്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നിർദ്ദേശങ്ങൾ പ്രവാസികളുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തും. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും ഏകോപനത്തിലൂടെയും യാത്രാക്ലേശം കുറയ്ക്കാനുള്ള നീക്കങ്ങളും ശ്രദ്ധേയമാണ്. നിശ്ചിത തുകയുടെ സ്വർണം എന്നതിന് പകരം തൂക്കം പരിഗണിക്കുന്ന രീതിയിൽ ബാഗേജ് നിയമം കേന്ദ്ര ബജറ്റിൽ പൊളിച്ചെഴുതിയതും വ്യക്തിഗത ഉപയോഗത്തിനുള്ള സാധനങ്ങളുടെ നികുതി 20% നിന്ന് 10% കുറച്ചതും പ്രവാസികൾക്ക് ഗുണകരമാകും. ഇതുവരെ നിലനിന്നിരുന്ന നിയമപ്രകാരം സ്വർണത്തിന്റെ തൂക്കത്തോടൊപ്പം അതിന്റെ വിപണി മൂല്യവും കണക്കിലെടുത്തിരുന്നു. സ്വർണ്ണവില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ അനുവദനീയമായ തൂക്കം കൈവശം വെച്ചാലും പലപ്പോഴും നിശ്ചിത തുകയേക്കാൾ, അതായത് പുരുഷന്മാർക്കാണെങ്കിൽ 50,000, സ്ത്രീകൾക്കാണെങ്കിൽ 1,00,000 രൂപയിൽ കൂടുതലും മൂല്യം വരുന്ന സ്വർണം കൊണ്ടുവരുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പ്രവാസികളെ ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നേരത്തെ ആക്കിയിരുന്നത്. സ്വർണത്തിന്റെ കാര്യത്തിൽ തൂക്കം മാത്രം പരിഗണിക്കുന്നത് പ്രവാസികൾക്ക് നിയമപരമായ നൂലാമാലകൾ കുറയ്ക്കാനും വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ കൂടുതൽ സുതാര്യമാക്കാനും സഹായിക്കും. ഡിജിറ്റൽ സെൽഫ് ഡിക്ലറേഷൻ പോർട്ടൽ ഏർപ്പെടുത്തുന്നതിനുള്ള തീരുമാനമാണ് മറ്റൊന്ന്. അതും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാവുന്ന സാധനങ്ങളുടെ പരിധി വർദ്ധിപ്പിക്കുന്നതും പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യും. താരിഫ് നിരക്കുകൾ 10% കുറയ്ക്കുന്നതും വിദേശത്തു നിന്നുള്ള ലാപ്ടോപ്പ്, മൊബൈൽ തുടങ്ങിയ സാധനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനും പ്രേരിപ്പിക്കും. വിമാനത്താവളങ്ങളിലെ പരിശോധനകളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ സഹായകമാകുന്നതാണ് ഡിജിറ്റൽ സെൽഫ് ഡിക്ലറേഷൻ പോർട്ടൽ. വിശദാംശങ്ങൾ സ്വന്തമായി ഓൺലൈൻ വഴി ഡിക്ലെയർ ചെയ്യാമെന്നതാണ് നേട്ടം. ലഗേജും കാർഗോയും വേഗത്തിൽ ക്ലിയർ ചെയ്യാൻ വർഷാവസാനത്തോടെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനവും നിലവിൽ വരും. വിദേശത്തേക്ക് പണം അയക്കുമ്പോഴുള്ള ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് പരിധി 7 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചതും വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്നവരെ സന്തോഷിപ്പിക്കുന്ന മറ്റൊന്നാണ്. അടിയന്തര ഘട്ടങ്ങളിൽ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പണം കൊണ്ടുപോകുന്നവർക്കാണ് ആനുകൂല്യം. പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റർലിങ്ക് കൂടുതൽ സുതാര്യമാകുന്നതോടെ NRI അക്കൗണ്ട് ഉള്ളവർക്കും ബാങ്ക് കാർഡുകൾ വിദേശത്തും ഉപയോഗിക്കാം. വിദേശത്തെ ആസ്തികളിൽ നിന്ന് വരുമാനമുള്ള പ്രവാസികളും വിദ്യാർത്ഥികളും വരുമാനം വെളിപ്പെടുത്തണമെന്ന ഫോറിൻ അസറ്റ് ഡിസ്ക്ലോഷർ നിയമം ക്രിമിനൽ കുറ്റമല്ലാതാക്കി മാറ്റിയിട്ടുണ്ട്. 2026 കേന്ദ്ര ബജറ്റ് പ്രവാസികളുടെ ദീർഘകാല ആവശ്യങ്ങളെ ഗൗരവമായി പരിഗണിക്കുന്ന ഒന്നാണ്. സ്വർണത്തിന്റെ ഇറക്കുമതി നിയന്ത്രണങ്ങളിലും ഡിജിറ്റൽ സംവിധാനങ്ങളിലും കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ സാധാരണക്കാരായ പ്രവാസികൾക്ക് ആശ്വാസം നൽകും. ഇതിനു പുറമെ വിദേശത്തെ ബാങ്ക് അക്കൗണ്ടുകൾ വെളിപ്പെടുത്തുന്നതിലെ നിയമപരമായ സങ്കീർണതകൾ ലഘൂകരിച്ചതും ഒക്കെ പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. പ്രവാസികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ വികസനത്തിൽ അവരെ പങ്കാളിയാക്കാനും ഈ ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ഓരോ പ്രവാസിക്കും ഏറെ നേട്ടമായിരിക്കും. വിദേശത്തു നിന്ന് വരുമ്പോൾ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി വാങ്ങിക്കൊണ്ടുവരുന്ന വില കൂടിയ ലാപ്ടോപ്പുകൾ, ഡിജിറ്റൽ ക്യാമറകൾ തുടങ്ങിയ സാധനങ്ങൾ നികുതി കുറയ്ക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സാധനങ്ങൾ വാങ്ങുന്നവർക്കുമെല്ലാം ഏറെ ലാഭകരമാകും.